ഹലോ ഓൾ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ്. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. സൗദി കിച്ചണിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ബാബ്സ് മന്ദിർ. അബുദാബിയിൽ 2024 ഫെബ്രുവരി 14 ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെമ്പിളാണ്. ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഒക്കെ ഫ്രീ ആണ്. എന്നെങ്കിൽ പോലും നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ mandir.ae എന്ന സൈറ്റിൽ പോയിട്ട് നമ്മളെ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയോ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെക്കിങ്ങിന് ശേഷമാണ് നമ്മുടെ ഉള്ളിൽ കയറുക. 2 ഗേറ്റാണുള്ളത്, ഒന്ന് ലേഡീസിനും ഒന്ന് ജെൻസിനും. അത് കഴിഞ്ഞ് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് അവർ എൻ്റർ ചെയ്യിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ അതവിടെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ക്യൂവിൽ നിന്നിട്ട് അതിതാ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാബ്സ് മന്ദിറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഭയങ്കര നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്കവിടെ ചെരുപ്പോ ഷൂസോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഷൂസൊക്കെ കീപ്പ് ചെയ്യണം. നമ്മളതൊക്കെ അവിടെ വെച്ച് നമ്മൾ ഇതിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു ഈവനിങ്ങിലാണ് എത്തിയത്. ഇപ്പോൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ നൈറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ലൈറ്റ്സൊക്കെ അവരിട്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എന്തായാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ശരിക്കും ഇവിടെ രാജസ്ഥാൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് കൂടുതലും സ്ട്രക്ചേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, അത് ഇറ്റാലിയൻ മാർബിൾസ് ആണുള്ളത്. പിന്നെ അതേപോലെ ഈ ഒരു ബാബ്സ് മന്ദിറിൻ്റെ 2 സൈഡിലും 2 പോൺസ് കാണുന്നുണ്ട്. നല്ല രസമായിട്ടാണ് അവിടുത്തെ ഓരോ വർക്കുകളും നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളീ കാണുന്നത് അവിടെ 6:30 ആരതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അകത്തേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുത്ത ഒരു വിഷ്വൽസാണിത്. ഗ്ലാസ് ഡോർസ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും. അതിനുള്ളിൽ നമ്മൾ കയറി കണ്ടപ്പോൾ ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻസ്. ഇവരുടെ അടിപൊളി വീഡിയോ വരാനുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡാണ് ഞങ്ങളുടെ ഈ യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ശരിക്കും നമ്മൾ ഈ ബാബ്സ് മന്ദിറിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈവനിങ് സമയത്ത് വന്നിട്ട് നൈറ്റിൽ തിരിച്ചു പോകുന്ന രീതിയിൽ വരണം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ലൈറ്റും എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ബാബ്സ് മന്ദിർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വരുന്നവരും പോകുന്നവരൊക്കെ ഈ മണി ഇതുപോലെ അടിച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ മണിനാഥം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് മന്ദിറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കഫേ റെസ്റ്റോറൻ്റാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് 2ാമത്തെ പ്രചാരണത്തിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങളതും ക്യൂ നിന്ന് വാങ്ങിച്ചു. ഇത് നല്ല രസമായിട്ട് കഴിക്കാൻ. സ്വീറ്റായിട്ടുള്ളൊരു
നമ്മുടെ നാട്ടിൽ സോനാപ്പാപ്പിയൊക്കെ പോലെ രസമുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷം. വീണ്ടും മറ്റൊരു കാണാം. ബൈ ബൈ, സീ യു.